ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ പിzzയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു സാധാരണ പിzzയൊന്നും അല്ല കേട്ടോ. നമ്മൾ ഇതിനകത്ത് മാവ് കുഴയ്ക്കോ പരത്തോ അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല, ഈസ്റ്റ് ചേർക്കുന്നില്ല. നമ്മൾ ഇതിനകത്ത് മാവ് കോരി ഒഴിച്ചിട്ടാണ് ഈ ഒരു സൂപ്പർ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ബ്രെഡോ, സാധാരണ നമ്മൾ ബ്രെഡ് വെച്ചിട്ടൊക്കെ പിസ്സ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന് മുൻപൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ പറഞ്ഞ പോലെ കുഴയ്ക്കാതെ പരത്താതെ ഈസ്റ്റ് ഉപയോഗിക്കാതെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇതൊന്നും ഉപയോഗിക്കാതെ തയ്യാറാക്കുന്ന ഒരു അടിപൊളി പിസ്സയാണ് ഇന്നത്തെ റെസിപ്പി. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം ഒരു മുട്ട, അത് മുട്ടയുടെ മഞ്ഞയും വെള്ളം ഒരുപോലെ വേണം, ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. അടുത്തത് നമുക്കിതിനകത്തോട്ട് ഒരു കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്. ഇനി നമുക്ക് ഈ മുട്ടയും പാലും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കാരണം മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രമാണ് നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുട്ടയുടെ മഞ്ഞ അടിയാതെ കിടക്കുമ്പോൾ ഒരു സുഖക്കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് ബീറ്റ് ചെയ്തത്. പിന്നെ നമുക്കിതിനകത്തോട്ട് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ. ഇതിന് പകരം നെയ്യ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ബട്ടറും നെയ്യൊക്കെ ആണെന്നുണ്ടെന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർത്താൽ മതി എന്ന് മാത്രം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു 3 നുള്ളു ഉപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാവിന് വേണ്ടിയിട്ടുള്ള ഒരു ലിക്വിഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾക്ക് വേണ്ടി വേണ്ടത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി അടുത്തത് ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ 1 കപ്പ് പാലാണ് എടുത്തത്. അതേ അളവിൽ അതേ കപ്പിൽ തന്നെ 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിലും ചേർക്കാം, റവ പൊടിച്ചതാണെങ്കിലും അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ എല്ലാ പൊടികളും പാലും ഒക്കെ കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത്, നമ്മൾ സാധാരണ പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കുള്ളൊരു പരുവുണ്ടല്ലോ, ഒരു ദോശ പരുവം, ആ ഒരു പരുവത്തിലോട്ട് ഇതേപോലെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ശരിക്കും ഒരു ദോശ പരത്തുന്ന അതല്ലെങ്കിൽ ഒരു പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന അതേ കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത്. ഒത്തിരി വാട്ടറി ആയിട്ടും ഒത്തിരി തിക്കുമായിട്ട് എടുക്കണ്ട. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പിസയ്ക്ക് വേണ്ടുന്ന സോസ് തയ്യാറാക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിന്ന് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പിസ്സ സോസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു കൊച്ചു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 2.5 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് എന്ന് പറയും, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്തോട്ട് ചില്ലി ഫ്ലേക്സ്, ഉണക്കമുളക് പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഇതിനകത്തോട്ട് പഞ്ചസാരയാണ്, 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒറിഗാനോ ചേർത്ത് കൊടുക്കണം. ഒറിഗാനോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ഇറ്റാലിയൻ ഹെർബ്സ് ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ആണ് ഇച്ചിരി കൂടെ നല്ലത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മിക്സഡ് ഹെർബ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും, ഇറ്റാലിയൻ ഹെർബ്സ്, മിക്സഡ് ഹെർബ്സ്. അപ്പോൾ ഇത് ഞാൻ ഒറിഗാനോ ആണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് ഈ ഒരു പിസ്സ സോസ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് വീട്ടിൽ ടൊമാറ്റോ കെച്ചപ്പും ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പിസ്സ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ, നല്ല പരന്നിട്ടുള്ളൊരു പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ചൂടായിട്ട് വന്നിട്ടുമുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് അല്പം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഉപയോഗിക്കേണ്ട, ബട്ടർ അല്ലാന്നുണ്ട് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ വെച്ചിട്ട് നമുക്ക് ഈ പാൻ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിന്നിവിടെ പറഞ്ഞ പോലെ ബട്ടറാണ് തേച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ മാവ് കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പാൻ കേക്കിൻ്റെ മിക്സ് തന്നെയാണ്. അപ്പം ഈ പാൻ കേക്ക് പോലത്തെ എന്താ പറയുക, അത് പാൻ കേക്കാണെന്ന് ബേസായിട്ട് ഞാനിന്ന് ഈ പിസ്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് കോരി ഒഴിക്കുക. 2-2.5 കയ്യിൽ ഇതുപോലത്തെ കുഴിയുള്ള ഒരു കയ്യിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതേപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒത്തിരി പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്കത് ചെറുതും വലുതും ഒക്കെ ആക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഒരെണ്ണം ചെറുതായിട്ടും ഒരെണ്ണം വലുതായിട്ടും രണ്ട് രീതിയിൽ കാണിക്കാം. ഇപ്പോൾ ഒരു കൊച്ചു രീതിയിലുള്ള പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കുമിളകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു 35 സെക്കൻഡാണ് ഞാനിപ്പോൾ ഒരു ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയ്ക്കുള്ളൊരു ചൂടിലാണ് വെച്ചിരുന്നത്. അപ്പോൾ 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നമുക്കിത് ഒരു സ്പാച്ചിൽ വെച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ അറിയാൻ പറ്റും, സൈഡുകളിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങും. ഇനി നമ്മുടെ ഈ പാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി പിടിച്ചിട്ട് വളരെ സൂക്ഷിച്ച് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പൊട്ടാതെ ശ്രദ്ധിക്കണം. അങ്ങനെ പക്ഷെ പെട്ടെന്ന് പൊട്ടുന്നൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ വളരെ ഈസി ആയിട്ട് തന്നെയാണ് തിരിച്ചിട്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ലോയിലോട്ട് തന്നെ മാറ്റണം. ഇത്രയും നേരം ലോ ആൻഡ് മീഡിയത്തിൻ്റെ നടുക്കിലായിരുന്നു. ഇനി ലോ ഫ്ലെയിമിലോട്ട് അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള ഫ്ലെയിമിലോട്ട് മാറ്റുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു പിസ്സ സോസ് എല്ലായിടത്തേക്കും ഒന്ന് ആകത്തക്ക രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കാം.
ഇനി അടുത്തത് നമുക്കിതിൻ്റെ മേലെയുള്ള ടോപ്പിങ്സ് ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ ഇച്ചിരി തക്കാളി, അധികം പഴുക്കാത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇച്ചിരി സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം തന്നെ 2 കളർ എടുത്തിട്ടുണ്ട്, ഒന്ന് പച്ച ഒന്ന് മഞ്ഞ. അത് ഇച്ചിരി കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഒലീവ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒലീവ്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ സ്വീറ്റ് കോൺ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ വീട്ടിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മേലതൊന്ന് ടോപ്പിംഗ് ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഞാനിവിടെ ചിക്കന് പകരം ഉപയോഗിക്കുന്നത് ഹോട്ട് ഡോഗ് ആണ് കേട്ടോ. ഇത് ചിക്കൻ്റെ ഹോട്ട് ഡോഗ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞങ്ങളിപ്പോൾ UK ഉള്ളത്. ഇവിടെ കടകളിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒന്നാണ്, വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഹോട്ട് ഡോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചിക്കനാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് താനിത് കഴിക്കാൻ. അപ്പം ഇത് നമ്മൾ സാധാരണ രീതിയിൽ ഹോട്ട് ഡോഗൊക്കെ ബണ്ണിനകത്ത് വെച്ചിട്ടാണ് കൊടുക്കുക. പക്ഷേ ഇതുപോലെ പിസ്സ ഉണ്ടാക്കുന്നവരാണെങ്കിൽ പിസ്സയിൽ ഇതുപോലെ ഒന്ന് ടോപ്പിംഗ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ മുറിച്ചൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആളാണ് പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ചീസ്. അപ്പം ഞാനിവിടെ മൈൽഡ് ചെഡാർ ചീസാണ് എടുത്തിരിക്കുന്നത്, ഗ്രേറ്റഡ് ചീസാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്ത് ചീസാണോ ഉള്ളതെന്നനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാനിനി ഇതെല്ലായിടത്തേക്കും നമ്മുടെ ചീസാണല്ലോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫില്ലിങ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേണം ഒന്ന് വേവിക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഒത്തിരി സമയമൊന്നും വേണ്ട. ചീസ് മെൽറ്റ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റുമല്ലോ. ആ മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പക്ഷെ അതിന് മുൻപ് ഒരു കാര്യം കൂടെ ചേർക്കാൻ മറന്നു. ഞാൻ അതിന് മുൻപേ തന്നെ മൂടി വെച്ച് പോയി കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഒറിഗാനോ ആണ്. അപ്പോൾ അതും കൂടെ ചെറുതായിട്ട് മുകളിൽ ഇച്ചിരി ടോപ്പിംഗ് ആയിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി മൂടി വെച്ചിട്ട് നമുക്കതൊരു വെയിറ്റ് ചെയ്യാം, ആ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ. അപ്പോൾ എനിക്ക് കാണാം ആ ഒരു നമ്മുടെ മൂടിയിൽ ആ ചില്ലിൽ കൂടെ കാണാൻ മെൽറ്റായിട്ടുള്ളത്. അപ്പോൾ അത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. എങ്കിലാണ് അടിയൊന്നും കരിയാതെ നമുക്ക് നല്ല എന്താ പറയുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിത് ഒന്നുമില്ല, നമ്മുടെ സെർവിങ് പ്ലേറ്റിനകത്തോട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ആ പാത്രം ഒന്ന് ചെറുതായിട്ട് ചെരിച്ചാൽ മതി, അത് ഈസി ആയിട്ട് അങ്ങ് പോകുന്നുള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒന്ന് ചെറുതായിട്ടാണ് ചെയ്തത്. അടുത്തത് ഞാൻ ഈ പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടുള്ള ആ ഒരു ഫുൾ റൗണ്ടിൽ ഇച്ചിരി വലിയ പീസായിട്ട് ബാക്കി എല്ലാ ടോപ്പിങ്ങും ചീസും ഒക്കെ ഇതിൻ്റെ മേലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടാണ് ഒരു ബിഗ് പീസായിട്ട് എടുക്കാൻ പോവാണ്. അങ്ങനെ ഇതാ പിസ്സയുടെ ടോപ്പിങ്ങിലൊക്കെ ഉള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ യമ്മി പിസ്സ അവിടെ റെഡിയാണ്. നമ്മൾ സാധാരണ പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ മാവ് എടുത്ത് പരത്തി ഈസ്റ്റ് ഇട്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് പോലും വേണ്ട, അതിനകത്ത് നമ്മുടെ നല്ല സൂപ്പർ ചീസി ആയിട്ടുള്ള പിസ്സ അവിടെ റെഡിയാണ്. പ്രത്യേകിച്ച് ആ ഒരു ഹോട്ട് ഡോഗിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. ഞാനിപ്പോൾ ഇതിനകത്ത് ചിക്കൻ അല്ല, എന്താ പറയുക, സാധാരണ രീതിയിൽ ചിക്കൻ അങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ടൊക്കെ അല്ല ചെയ്യുക. അതിനേക്കാളൊക്കെ ഇച്ചിരി കൂടെ ഈസിയാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഹോട്ട് ഡോഗ് ഇടുമ്പോഴത്തേക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഇനിയിപ്പം ആ ഒരു നോൺ വെജ് ഇല്ലയെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട. നോൺ വെജ് ഇല്ലാതെയും നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.